ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 1 ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ്, ഭൂമിയുടെ നെറുകയിൽ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയുന്നത് പോലെ നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ 8th പോലെയല്ല 9th നമ്മുടെ സോഷ്യൽ 2 പാർട്ടായിട്ടുണ്ട്. ജോഗ്രഫി പാർട്ടുമുണ്ട്, അതുപോലെ ഹിസ്റ്ററി പാർട്ടുമുണ്ട്. അപ്പോൾ ജോഗ്രഫി പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ മിസ് നിങ്ങൾക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനെ നോക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് അല്ലേ. എല്ലാം കൊണ്ടും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലേ. ഇപ്പോൾ ഏത് നോക്കിയാലും നമ്മുടെ ലാംഗ്വേജസിലായിക്കോട്ടെ, അതുപോലെ കൾച്ചർ ആയിക്കോട്ടെ, ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ടോപ്പോഗ്രഫി ആയിക്കോട്ടെ, എന്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ ലാൻഡ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റിയാണ്. ഇപ്പം റിലീജിയൻ എടുക്കുകയാണെങ്കിൽ ഹിന്ദുസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, പാഴ്സീസ്, അതുപോലെയുള്ള കുറേ റിലീജിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുപോലെ പല ലാംഗ്വേജസ് സംസാരിക്കുന്ന അല്ലേ, മലയാളം, തെലുങ്കു, കന്നഡ, തമിഴ്, ഹിന്ദി, ബംഗാളി, ആസാമീസ്, അങ്ങനെ പലവിധം ലാംഗ്വേജസ് സംസാരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ പലവിധം ഡ്രസ്സുകൾ ധരിക്കുന്ന ആളുകളുണ്ട്. പലവിധം ഫെസ്റ്റിവൽസ് ആചരിക്കുന്ന ഒരു നാടാണ്. അതുപോലെ എല്ലാം കൊണ്ടും ഡൈവേഴ്സ് ആയിട്ടുള്ള, വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്തിൻ്റെ ടോപ്പോഗ്രഫിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഇന്ത്യയുടെ ടോപ്പോഗ്രഫി, ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇന്ത്യയുടെ ടോപ്പോഗ്രഫിയും ഇതുപോലെ വൈവിധ്യങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്, ഡൈവേഴ്സാണ്. ഒരു എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി നോക്കുകയാണെങ്കിൽ, മലകളുണ്ട്, പുഴകളുണ്ട് അല്ലേ, പ്ലെയിൻസ് ഉണ്ട്, പെനിൻസുല പ്ലാറ്റ്യൂസ് ഉണ്ട്, ഡെസേർട്ടുകളുണ്ട്, അതുപോലെ ഐലൻഡ്സ് ഉണ്ട്, തീരപ്രദേശങ്ങളുണ്ട്. എല്ലാം കൊണ്ടും നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റിയാണ്. അപ്പം അങ്ങനെ ഉള്ള ഒരു രാജ്യത്തിൻ്റെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. എന്താണ്? ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്. അപ്പം ഇന്ത്യയുടെ ടോപ്പോഗ്രഫി, ബേസ്ഡ് ഓൺ ടോപ്പോഗ്രഫി ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ആസ് 5 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ്. അപ്പം ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? ടോപ്പോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഭൂപ്രകൃതിയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? നിങ്ങൾക്കറിയാം, ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അല്ലേ. എന്താണ്? ദി നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഉണ്ട്, ഉത്തരപർവ്വത മേഖല അല്ലേ. അതുപോലെ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിന്, ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, നമ്മുടെ ഉത്തര സമതലങ്ങളുണ്ട്. ദ പെനിൻസുലാർ പ്ലാറ്റ്യൂസ് ഉണ്ട്, ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്, അതുപോലെ ദ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഐലൻഡ്സ് ഉണ്ട്. അപ്പം ഇവയൊക്കെ നമ്മുടെ എന്താണ്? ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആണ് അല്ലേ. അപ്പം ഉത്തരപർവ്വത മേഖലയുണ്ട്, പർവ്വതങ്ങളുടെ മേഖലയുണ്ട്, അതുപോലെ സമതലങ്ങൾ, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമതലങ്ങളാണ് അല്ലേ. ഒരേപോലെ ഉള്ള ഏരിയാസാണ്. കൂടുതൽ നമ്മൾ അഗ്രികൾച്ചർ, കൃഷിയൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലാൻഡാണ് ഈ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ തൊട്ട് താഴെയായിട്ട് ഉത്തരപർവ്വത മേഖലയുടെ തൊട്ട് താഴെയായിട്ട് പ്ലെയിൻ ഉണ്ട്, സമതലങ്ങളുണ്ട്. അതിനുശേഷം പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉണ്ട്, പെനിൻസുലാർ പ്ലാറ്റ്യൂ. അപ്പോൾ എന്താ പെനിൻസുലാർ എന്നൊക്കെ മിസ് പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അതിനുശേഷം ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്, നമ്മുടെ മരുഭൂമിയുണ്ട്. അതുപോലെ കോസ്റ്റൽ പ്ലെയിൻ. എന്താ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? തീരപ്രദേശങ്ങളുണ്ട്. അതുപോലെ ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ദ്വീപുകൾ അല്ലേ, ദ്വീപുകളും ഒക്കെ ഉണ്ട്. അപ്പം ഈ 5 ഡിവിഷൻ, ലാസ്റ്റ് എണ്ണം ശരിക്കും 2 എണ്ണമാണ്, അത് നമ്മൾ മൊത്തം 5 എണ്ണം ആക്കിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പം ഒന്നും വിടാതെ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പം ഇന്ത്യൻ്റെ ബേസിലാണ് നമ്മളിവിടെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ടോപ്പോഗ്രഫിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയെ 5 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നോർത്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ പിക്ചർ വെച്ചിട്ടൊന്ന് നോക്കിയാലോ, നമ്മുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻ. എല്ലാവരും ഒന്ന് മാപ്പ് നോക്കിക്കേ. ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻ മാപ്പിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ബ്രൗൺ കളർ റീജിയനായിട്ട് നമ്മുടെ നോർത്തേൺ ഭാഗത്ത് ബ്രൗൺ കളർ റീജിയനിൽ കളർ കൊടുത്തിട്ടുള്ള ഏരിയ ആണ് എന്ത്? നോർത്തേൺ മൗണ്ടെയിൻസ്. എന്താണ്? നോർത്തേൺ മൗണ്ടെയിൻസ്. അവിടെ കാണുന്നുണ്ടോ നിങ്ങൾ നോർത്തേൺ മൗണ്ടെയിൻസിന്?
അപ്പം ഈ ബ്രൗൺ കളർ ഭാഗം മൊത്തം നമ്മുടെ നോർത്ത് തൊട്ടിട്ട് നോർത്ത് ഈസ്റ്റ് അല്ലേ, മിസോ ഹിൽസ് ഒക്കെ ഇവിടെ കാണുന്നില്ലേ, നോർത്ത് ഈസ്റ്റ് വരെ അടങ്ങിയിട്ടുള്ളതാണ് നോർത്തേൺ മൗണ്ടെയിൻസ് കേട്ടോ. അപ്പോൾ നോർത്തേൺ മൗണ്ടെയിൻസിന് തൊട്ട് താഴെയായിട്ട് എന്തുണ്ട്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഉണ്ട്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, ഇന്ന് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സമതലങ്ങളിലെ, അപ്പം വലിയ പർവ്വതങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഈ നമ്മുടെ മൗണ്ടെയിൻ റീജിയൻസിൽ നിന്നിട്ട് ഒഴുകി വന്നിട്ടുള്ള റിവേഴ്സൊക്കെ ഫോം ചെയ്തിട്ടുള്ള, റിവേഴ്സിൽ നിന്ന് ഫോം ചെയ്തതാണ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അവ സമതലങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ ഏരിയ ഉള്ള റീജിയനാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ കേട്ടോ. നമുക്ക് ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡാണ്, അതുകൊണ്ട് കൃഷിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. അതിനുശേഷം ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഏരിയയാണ് പെനീസുലാർ പ്ലാറ്റു. എന്താണ് പെനീസുലാർ പ്ലാറ്റു? എന്താ പെനീസുലാർ എന്ന് പറഞ്ഞാൽ? പെനീസുലാറിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിവിടെ കണ്ടോ പെനീസുലാർ റീജിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3 സൈഡ് എന്തായിരിക്കും, 3 റീജിയനും വെള്ളം കൊണ്ട് കവർ ചെയ്യപ്പെട്ട റീജിയനെയാണ് നമ്മൾ പെനീസുലാർ എന്ന് വിളിക്കുക. അപ്പം നോക്കിവിടെ ഇന്ത്യയുടെ ഈ സദേൺ റീജിയനിൽ ഒരു സൈഡിൽ അറേബ്യൻ സീ ഉണ്ട് അല്ലേ, വെസ്റ്റ് ഭാഗത്ത് അറേബ്യൻ സീ ഉണ്ട്, നമ്മുടെ സൗത്തിൽ ഇന്ത്യൻ സീ ഉണ്ട്, ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, അതുപോലെ ഈസ്റ്റേൺ ഭാഗത്ത് ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഭാഗവും എന്താണ്, വാട്ടറിനാൽ കവർ ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ടോപ്പോ നമ്മുടെ നോർത്ത് ഇന്ത്യ ആ ഭാഗത്ത് കടലൊന്നും വാട്ടർ സർഫസ് ഒന്നും ഇല്ല അല്ലേ. അപ്പം അതുകൊണ്ട് ഈ 3 ഭാഗം കടലിനാൽ ചുറ്റപ്പെട്ടത് കൊണ്ടാണ് അതിനെ നമ്മൾ പെനീസുലാർ എന്ന് വിളിക്കുന്നത് കേട്ടോ. പെനീസുലാർ. അപ്പം പെനീസുലാർ പ്ലാറ്റ്യൂസ് ഉണ്ട്. അതുപോലെ ഈ പെനീസുലാർ പ്ലാറ്റ്യൂസിന് 2 സൈഡിലായിട്ട് നിങ്ങൾ കണ്ടോ, വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്, അതുപോലെ ഈസ്റ്റ് കോസ്റ്റൽ പ്ലെയിനും ഉണ്ട്. എന്താ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? തീരപ്രദേശം, കടലിനോട് അടുത്തിട്ടുള്ള ഏരിയാസിനെയാണ് നമ്മൾ തീരപ്രദേശം, കോസ്റ്റൽ പ്ലെയിൻസ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം ലാസ്റ്റാണ് നമ്മുടെ ഐലൻഡ്സ്. ലക്ഷദ്വീപ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടോ? ഇവ രണ്ടും എന്താണ്? ഐലൻഡ്സ് ആണ്, ദ്വീപുകളാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ അടങ്ങിയിട്ടുള്ള ദ്വീപുകളാണ് ലക്ഷദ്വീപും ആൻഡമാൻ ആൻഡ് നിക്കോബാറും. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഡെസേർട്ട് നമ്മൾ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് അല്ലേ. ഡെസേർട്ട്, നമ്മുടെ ഇന്ത്യയിലുള്ള ഡെസേർട്ടിൻ്റെ പേരെന്താ? താർ ഡെസേർട്ടാണ്. എന്താണ്? താർ ഡെസേർട്ട്. താർ ഡെസേർട്ട് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യയിലുള്ള മരുഭൂമി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? രാജസ്ഥാനിലാണ് അല്ലേ. രാജസ്ഥാനിലാണ് താർ ഡെസേർട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ടോപ്പോഗ്രഫിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 5 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, സെക്കൻഡ് വൺ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, തേർഡ് പെനീസുലാർ പ്ലാറ്റ്യൂ, അതിനുശേഷം പിന്നെ കോസ്റ്റൽ പ്ലെയിൻസ്, ഡെസേർട്ട്, അതുപോലെ ഐലൻഡ്സും. ഓക്കെ, സോ നമ്മൾ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് പഠിച്ചു അല്ലേ. ടോപ്പോഗ്രഫിയുടെ ബേസിൽ നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് എത്രയെണ്ണം ഉള്ളത്? 5 എണ്ണമാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? അത് നമ്മുടെ ഇന്ത്യൻ മാപ്പ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു പഠിച്ചു. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു 1 വേർഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, വിച്ച് മൗണ്ടെയിൻ റേഞ്ച് ഈസ് നോൺ ആസ് ദ റൂഫ് ഓഫ് ദ വേൾഡ്? ദി റൂഫ് ഓഫ് ദ വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൗണ്ടെയിൻ റേഞ്ച് ഏതാണ്? പാമിർ നോട്ടാണ്. ഏതാണ്? പാമിർ നോട്ട്. പാമിർ നോട്ട് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നത് അറിയോ? പാമിർ നോട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിക്കേ, പിക്ചർ നോക്കിക്കേ. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നോർത്തേൺ ഭാഗത്തല്ലേ, ജമ്മു കാശ്മീരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മേലായിട്ട് ഈ ബ്ലാക്ക് ഡോട്ട് കണ്ടോ? പാമിർ നോട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൗണ്ടെയിൻ റേഞ്ച് ആണ് ഏത്? നമ്മുടെ പാമിർ നോട്ട്. ഇനി ഈ പാമിർ നോട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മറ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ്? പാമിർ നോട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മറ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ആണ് കുൻലുൻ. ഒക്കെ പുതിയ പേരുകളായിരിക്കും. മക്കൾ എന്ത് ചെയ്യുക? വായിച്ചിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക, എന്നാലേ അത് പതിയുള്ളൂ കേട്ടോ. അപ്പോൾ കുൻലുൻ, ഹിന്ദുക്കുഷ്, കാരക്കോറം, ടീൻ ഷാൻ, സുലൈമാൻ, ഈ 5 എണ്ണമാണ് നമ്മുടെ പാമിർ നോട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന മൗണ്ടെയിൻ റേഞ്ചസ്. ഏതൊക്കെയാണ്? കുൻലുൻ, ഹിന്ദുക്കുഷ്, കാരക്കോറം, ടീൻ ഷാൻ ആൻഡ് സുലൈമാൻ. ഓക്കെ,
ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതൽ ഊന്നൽ നൽകി പഠിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നത് നമ്മുടെ ഈ ഫിസിയോഗ്രാഫിക് ഡിവിഷനിലുള്ള ഫസ്റ്റ് വൺ ആണ്, ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ കുറിച്ചിട്ടാണ്. ഓക്കെ, നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുന്നത്. അതിനെ ഒന്ന് വിശദീകരിച്ചിട്ട് പഠിക്കുകയാണ് ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ പ്രത്യേകതകൾ, നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റിയിട്ടുള്ള മെയിൻ ഫീച്ചേഴ്സ് എന്താണ്, മെയിൻ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഉത്തരപർവ്വത മേഖല അല്ലേ, നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻ റീജിയന് മലയാളത്തിൽ എന്താ പറയുക, ഉത്തരപർവ്വത മേഖല. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ ആവറേജ് എലവേഷൻ എത്രയാണ്? ആവറേജ് എലവേഷൻ എബവ് 900 മീറ്റേഴ്സ് ഫ്രം ദ സീ ലെവൽ. എത്രയാണ്? 900 മീറ്റേഴ്സിലെ സീ ലെവലിൽ നിന്ന് എബവ് 900 മീറ്റേഴ്സാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ ആവറേജ് എലവേഷൻ എന്ന് പറയുന്നത്. എത്രയാണ്? ആവറേജ് എലവേഷൻ എബവ് 900 മീറ്റേഴ്സ് ഫ്രം ദി സീ ലെവൽ. എങ്ങനെയാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഫോം ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ്. റോക്ക് ലെയേഴ്സ് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എവിടെ നിന്ന് എവിടെ വരെയാണ്? ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം റിവർ ഇൻഡസ്. നമ്മൾ സിന്ധു നദി പറയുക മലയാളത്തിൽ. അപ്പോൾ റിവർ ഇൻഡസിൽ നിന്ന് റിവർ ബ്രഹ്മപുത്ര, ഈസ്റ്റിലുള്ള ബ്രഹ്മപുത്ര വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നതാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം റിവർ ഇൻഡസ് ഇൻ ദ ഈസ്റ്റ് ടു റിവർ ബ്രഹ്മപുത്ര in the east, so Indus in the west to river Brahmaputra in the east. ഓക്കെ, ക്ലിയർ ആണ് മക്കളെ? നോട്ട്സ് തയ്യാറാക്കി തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ പ്രസൻസ് ഓഫ് ഹൈ പീക്സ്, ഗ്ലേഷ്യേഴ്സ് ആൻഡ് വാലീസ്. ഈ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനിൽ നമ്മൾ കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്, ഇവിടെ എന്തൊക്കെയാണ് കാണാം? ഹൈ പീക്സ്, നല്ല ഉയരമുള്ള കൊടുമുടികൾ കാണാം. അതുപോലെ ഗ്ലേഷ്യേഴ്സ് എന്താണ്? ഐസ് അല്ലേ, ഐസിൻ്റെ ഗ്ലേഷ്യേഴ്സ് കാണാം. അതുപോലെ വാലീസ്, താഴ്വരകൾ, ഇതൊക്കെ എവിടെ കാണാൻ പറ്റും? നോർത്തേൺ മൗണ്ടെയിൻ റീജിയനിൽ കാണാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്? നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ ആവറേജ് എലവേഷൻ 900 മീറ്റേഴ്സാണ്, എബവ് ഫ്രം ദ സീ ലെവലാണ്. അതുപോലെ ഇതെങ്ങനെയാണ് ഫോം ചെയ്തത്? ബൈ ദി ഫോൾഡിങ് ഓഫ് റോക്ക് ലെയേഴ്സ് അല്ലേ, റോക്ക് ലെയേഴ്സ് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ഫോം ചെയ്തിട്ടുള്ളത്. ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം റിവർ ഇൻഡസ് ടു ദി റിവർ ബ്രഹ്മപുത്ര. അതുപോലെ ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? പ്രസൻസ് ഓഫ് ഹൈ പീക്സ്, ഗ്ലേഷ്യേഴ്സ് ആൻഡ് വാലീസ്. ഓക്കെ, ഇനി നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ നമുക്ക് വീണ്ടും 3 ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ നമുക്ക് വീണ്ടും 3 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ 3 എണ്ണാക്കി നമ്മൾ അതിനെ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് അത് 3 എണ്ണം? പറഞ്ഞേ. ട്രാൻസ് ഹിമാലയാസ്, ദി ഹിമാലയാസ് ആൻഡ് ദി ഈസ്റ്റേൺ ഹിൽസ്. ഒന്ന് പറഞ്ഞേ. ട്രാൻസ് ഹിമാലയാസ്, ദി ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ നമ്മൾ 3 എണ്ണാക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പറഞ്ഞേ. നോർത്തേൺ മൗണ്ടെയിൻ റീജിയനെ 3 ആക്കി ക്ലാസിഫൈ ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയാസ്, ദി ഹിമാലയാസ് ആൻഡ് ദി ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ നമുക്ക് മാപ്പ്, ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിവിടെ കണ്ടോ, നമ്മുടെ നോർത്തേൺ ഭാഗത്തായിട്ടുള്ളതാണ് നമ്മുടെ ഈ ജമ്മു കാശ്മീരുടെ ഈ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയാസ്. ഏതാണ്? ട്രാൻസ് ഹിമാലയാസ്. ഇവിടെ 3 ലൈന് കണ്ടോ നിങ്ങൾ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവ 3ഉം ഉള്ളത് ട്രാൻസ് ഹിമാലയൻ റേഞ്ചിലാണ്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവ 3ഉം. അപ്പം ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ നോർത്തേൺ ഭാഗത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയാസ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഫസ്റ്റ് 3 ലൈൻസാണ് ട്രാൻസ് ഹിമാലയാസ് ഉള്ളത്. അതിനുശേഷമുള്ള ഭാഗം നിങ്ങൾ കണ്ടോ? ആദ്യമായിട്ട് സസ്കർ റേഞ്ചിന് തൊട്ട് താഴെയായിട്ട് നീണ്ട ഒരു ലൈന് കണ്ടോ? ബ്രൗൺ കളറിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഹിമാലയാസ്. ആ ലൈന് അതിനുശേഷം തൊട്ട് 3 എണ്ണമായിട്ടില്ലേ, നോർത്തേൺ മൗണ്ടെയിൻ റീജിയനിൽ 3 എണ്ണമായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഹിമാലയാസ്. അപ്പം ഈ നമ്മുടെ ജമ്മു കാശ്മീരിലെ അവിടുന്ന് തൊട്ടിട്ട് നമ്മുടെ ബീഹാർ
ഒക്കെ വരെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് ഏതാണ്? ഹിമാലയാസ് ആണ്. ഏതാണ്? ഹിമാലയാസ് ആണ്. അതിനുശേഷമാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ് വരുന്നത്. ഏതാണ്? ഈസ്റ്റേൺ ഹിൽസ്. ഈസ്റ്റേൺ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ, നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് ഈസ്റ്റേൺ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. അത് ഓരോന്നും നമ്മൾ അതിനെ വീണ്ടും പഠിക്കും കേട്ടോ, ക്ലിയർ ആയിട്ട് പഠിക്കും. ജസ്റ്റ് മിസ് അതിനെ നമുക്ക് കാണിച്ചു തന്നതാണ്. ഇനി അപ്പോൾ നോർത്തേൺ മൗണ്ടൻ റീജിയനെ നമ്മൾ മൂന്നാക്കി ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. ഓക്കെ, ഇവ മൂന്നുമാണ് നമ്മൾ നോർത്തേൺ മൗണ്ടൻ റീജിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Fold mountains are formed due to the compression of sedimentary rock strata of the Earth's crust. This process is known as folding. The Himalayas and the Alps were formed through this process. ഫോൾഡ് മൗണ്ടെയ്ൻസ് പറഞ്ഞാൽ മടക്ക് പർവ്വതങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ. അപ്പോൾ ഫോൾഡ് മൗണ്ടെയ്ൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് സെഡിമെൻ്ററി റോക്ക്. സെഡിമെൻ്ററി റോക്സിൻ്റെ കംപ്രഷൻ മൂലം, നമ്മുടെ ഭൂമിയുടെ എർത്തിൻ്റെ ക്രസ്റ്റിൽ നടക്കുന്ന കംപ്രഷൻ മൂലമാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫോൾഡ് മൗണ്ടെയ്ൻസ് ഫോം ചെയ്യുന്നത്. ദിസ് പ്രോസസ്സ് ഈസ് നോൺ ആസ് ഫോൾഡിങ്. അപ്പോൾ ഈ പ്രോസസ്സിന്, ഈ കംപ്രഷൻ ഓഫ് സെഡിമെൻ്ററി റോക്കിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫോൾഡിങ് എന്നത്. ഓക്കെ, അങ്ങനെ ഉള്ള രണ്ട് പർവ്വതങ്ങളാണ് ഹിമാലയാസും ആൽപ്സും. ഏതൊക്കെയാണ്? ഹിമാലയാസും ആൽപ്സും. അപ്പോൾ ഇവ രണ്ടും എന്താണ്? മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമ്മൾ ഫിസിയോഗ്രഫിക് ഡിവിഷൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം നോക്കിക്കേ. നമ്മുടെ ഹിമാലയൻ മൗണ്ടെയ്ൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ മൗണ്ടെയ്ൻ റീജിയൻസിലെ ടോപ്പിലായിട്ട് നോർത്തേൺ ഭാഗത്തായിട്ട് റെഡ് കളർ കൊടുത്തിട്ടുള്ളതാണ് ഏത്? ട്രാൻസ് ഹിമാലയാസ്. ട്രാൻസ് ഹിമാലയാസ് മൂന്നെണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഒന്നും കൂടി പറഞ്ഞേ, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവ മൂന്നും ട്രാൻസ് ഹിമാലയൻ ഭാഗമാണ്. അതുപോലെ വയലറ്റ് കളർ ഷെയ്ഡിൽ കൊടുത്തതാണ് ഏത്? ഹിമാലയാസ്. നമ്മുടെ വയലറ്റ് കളർ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളതാണ് ഹിമാലയാസ്. ഹിമാലയാസ് മൂന്നെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ് അറിയോ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഓക്കെ, ജസ്റ്റ് പിക്ചർ മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷമുള്ളതാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിൽസ്, അല്ലെങ്കിൽ പൂർവാചൽ എന്ന് നമ്മൾ പറയും. പൂർവാചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ നോർത്ത് മൗണ്ടെയിൻ റീജിയൻ്റെ ഈസ്റ്റേൺ ഭാഗത്തെയാണ് നമ്മൾ ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാചൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ട്രാൻസ് ഹിമാലയാസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ട്രാൻസ് ഹിമാലയാസിൻ്റെ 3 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. ട്രാൻസ് ഹിമാലയാസിൽ ഏതൊക്കെ റേഞ്ചസ് ആണ് കാണപ്പെടുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇവ മൂന്നും ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമാണ്. ഇനി ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് എ ടിബറ്റൻ ഹിമാലയാസ്. എന്താണ്? ടിബറ്റൻ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ട്രാൻസ് ഹിമാലയാസ് ആണ് കേട്ടോ. ട്രാൻസ് ഹിമാലയാസിന് മറ്റൊരു പേരെന്താണ്? ടിബറ്റൻ ഹിമാലയാസ്. ഈ ട്രാൻസ് ഹിമാലയാസിൻ്റെ ആവറേജ് എലവേഷൻ എത്രയാണെന്നറിയോ? 3000 മീറ്റേഴ്സാണ്. 3000 മീറ്റേഴ്സാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയാസിൻ്റെ ആവറേജ് എലവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ അപ്രോക്സിമേറ്റ് വിഡ്ത്ത് ഓഫ് 40 കിലോമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് 965 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ട്രാൻസ് ഹിമാലയാസിൻ്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 40 കിലോമീറ്ററാണ്. മറക്കരുത്, ആവറേജ് എലവേഷൻ 3000 മീറ്ററാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്രോക്സിമേറ്റ് വിഡ്ത്ത് പറയുന്നത് 40 കിലോമീറ്ററും ലെങ്ത്ത് 965 കിലോമീറ്ററുമാണ് അതിൻ്റെ ലെങ്ത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയാസിനെ പറ്റി പഠിച്ച്, ട്രാൻസ് ഹിമാലയാസിൻ്റെ മറ്റൊരു പേരെന്താണ്? ടിബറ്റൻ ഹിമാലയാസ് എന്നാണ്. അതിൻ്റെ ആവറേജ് എലവേഷൻ 3000 മീറ്റേഴ്സാണ്. അപ്രോക്സിമേറ്റ് വിഡ്ത്ത് 40 കിലോമീറ്റേഴ്സും ലെങ്ത്ത് 965 കിലോമീറ്ററുമാണ്. ഏതൊക്കെ മൗണ്ടെയിൻ റേഞ്ചസ് ആണ് നമുക്ക് ട്രാൻസ് ഹിമാലയാസിൽ കാണപ്പെടുന്നത്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മുടെ നോർത്ത് മൗണ്ടെയിൻ റീജിയൻ്റെ രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ പഠിക്കുകയാണ്. രണ്ടാമത്തെ പാർട്ട് ഏതാണ്? ഹിമാലയാസ് ആണ്. സെക്കൻഡ് വൺ ഹിമാലയാസ് ആണ്. ഹിമാലയാസിനെ നമ്മൾ 3 എണ്ണാക്കി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഏതൊക്കെയാണ് പറഞ്ഞേ? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇതാണ് ഹിമാലയാസിനെ 3 എണ്ണാക്കി ക്ലാസിഫൈ ചെയ്യുന്നു. ഹിമാദ്രി, ഹിമാചൽ ആൻഡ് ശിവാലിക് ആണ്. ഇനി നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും കുറച്ച് പ്രത്യേകതകൾ പഠിച്ചു പോവാം. ഓക്കെ,
ഫസ്റ്റ് വൺ ഏതാണ്? ഹിമാദ്രി. ഹിമാദ്രിയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഹിമാദ്രി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രേറ്റർ ഹിമാലയാസ്. എന്താണ്? ഗ്രേറ്റർ ഹിമാലയാസ്. ഗ്രേറ്റർ ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. ഓക്കെ, ഗ്രേറ്റർ ഹിമാലയാസിൽ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രദേശങ്ങളൊക്കെ കാണപ്പെടുന്ന സ്ഥലമാണ് ഹിമാദ്രി. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ഹിമാലയാസ് എന്നാണ് ഹിമാദ്രി അറിയപ്പെടുന്നത്. അതുപോലെ അതിൻ്റെ ആവറേജ് എലവേഷൻ എത്രയാണ്? 6100 മീറ്ററാണ്. ഹിമാദ്രിയുടെ ആവറേജ് എലവേഷൻ 6100 മീറ്റേഴ്സാണ്. വിഡ്ത്ത് നിയർലി 25 കിലോമീറ്റേഴ്സും. അതുപോലെ ഹിമാദ്രിയുടെ ഒരു പ്രത്യേകത സ്നോ ക്ലാഡ് മൗണ്ടെയിൻ ആണ്. മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളാണ് നമുക്ക് ഹിമാദ്രിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഹിമാദ്രിയുടെ 4 ഫീച്ചേഴ്സ് പെട്ടെന്ന് പറഞ്ഞേ. ഗ്രേറ്റർ ഹിമാലയാസ് ആണ്. ആവറേജ് എലവേഷൻ എന്ന് പറയുന്നത് 6100 മീറ്ററാണ്. വിഡ്ത്ത് 25 കിലോമീറ്ററും. അത് സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഞ്ഞുകളാൽ മൂടപ്പെട്ട പർവ്വതങ്ങളാണ് ഹിമാദ്രിയിൽ കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണേ? അടുത്തതാണ് ഹിമാചൽ. ഏതാണ്? ഹിമാചൽ. ഹിമാചൽ എന്ന് അറിയുമ്പം ഹിമാദ്രി നമ്മൾ മറ്റൊരു പേരെന്തായിരുന്നു? ഗ്രേറ്റർ ഹിമാലയാസ് ആണ്. ഹിമാചൽ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലെസ്സർ ഹിമാലയാസ് എന്നാണ്. ലെസ്സർ ഹിമാലയാസ് എന്നറിയപ്പെടുന്ന ഹിമാലയൻ വിഭാഗം ഏതാണ്? ഹിമാചലാണ് കേട്ടോ. ലെസ്സർ ഹിമാലയാസ് ആണ്. അതിൻ്റെ ആവറേജ് എലവേഷൻ എന്ന് പറയുന്നത് 3500 to 4500 മീറ്റേഴ്സാണ്. ഹിമാചലിൻ്റെ ആവറേജ് എലവേഷൻ എത്രയാണ്? 3500 to 4500 മീറ്റേഴ്സാണ്. വിഡ്ത്ത് റേഞ്ചിങ് ഫ്രം 60 to 80 കിലോമീറ്റേഴ്സാണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 to 80 കിലോമീറ്റേഴ്സാണ്. ഹിമാദ്രിനേക്കാൾ കൂടുതൽ വിഡ്ത്ത് ഏതിനുണ്ട്? നമ്മുടെ ഹിമാചലിനുണ്ട്. വിഡ്ത്ത് മറ്റതിന് 25 കിലോമീറ്റേഴ്സ് ആയുള്ളായിരുന്നു. ഹിമാചലിന് 60 to 80 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ആവറേജ് എലവേഷന് നമ്മുടെ ഹിമാദ്രിക്ക് കൂടുതലാണ്. 6100 മീറ്റർ ആയിരുന്നു. ഇവിടെ എത്രയാണ്? 3500 മീറ്റർ മുതൽ 4500 മീറ്റർ വരെയാണ്. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇത് നോട്ടിൽ എഴുതി തന്നെ പഠിക്കാം. അതുപോലെ സ്മോൾ ആണ്, വളരെ ഷോർട്ടായിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോട്ട്സ് ആക്കിയിട്ട് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം അത് ഉപകാരപ്പെടുത്താം. ഇനി ഹിമാചലിന് ശേഷമുള്ളതാണ് ഷിവാലിക് അല്ലേ. നമ്മുടെ ഹിമാലയയുടെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഏത്? ഹിമാലയാസിനെ നമ്മൾ 3 ആക്കി ക്ലാസിഫൈ ചെയ്തു അല്ലേ. ഫസ്റ്റ് വൺ ഹിമാദ്രി, ഹിമാചൽ ആൻഡ് അവസാനത്തേതാണ് ഷിവാലിക്. ഷിവാലിക് അറിയപ്പെടുന്ന 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഷിവാലിക് 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഔട്ടർ ഹിമാലയാസ് എന്നും അതുപോലെ ഇന്നർ ഹിമാലയാസ് എന്നും അറിയപ്പെടുന്നത് ഷിവാലിക്കാണ്. എന്തൊക്കെയാണ്? ഔട്ടർ ഹിമാലയാസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്നർ ഹിമാലയാസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത് ഷിവാലിക്കാണ് കേട്ടോ. ഔട്ടർ ഹിമാലയ ഏതാണെന്ന് ചോദിച്ചാലും ഇന്നർ ഹിമാലയ ഏതാണെന്ന് ചോദിച്ചാലും അത് ഷിവാലിക്കാണെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഹിമാലയയുടെ ഏറ്റവും താഴെയായിട്ട് ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? ഷിവാലിക്. അപ്പോൾ സദേൺ മോസ്റ്റ് റേഞ്ചാണെന്ന് ഓർത്ത് വെക്കുക. ബോർഡേഴ്സ് ഓഫ് ദ ഗംഗ പ്ലെയിൻസ്. അപ്പം ഈ ഷിവാലിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഗംഗ പ്ലെയിനിൻ്റെ ബോർഡറായിട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഷിവാലിക്കാണ് കേട്ടോ. അപ്പം ഹിമാലയയുടെ ഏറ്റവും താഴെയുള്ള അത് ഷിവാലിക്കാണ്. ഔട്ടർ ഹിമാലയാസ് എന്നും ഇന്നർ ഹിമാലയാസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സദേൺ മോസ്റ്റ് റേഞ്ചാണ്. അതുപോലെ വിഡ്ത്ത് എത്രയാണ്? 60 to 150 കിലോമീറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് നല്ല രീതിയിൽ നോട്ട്സൊക്കെ തയ്യാറാക്കി പഠിക്കുക. അപ്പം മിസ്സിൻ്റെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോ വരുന്നത് വരെ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.